പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന റോഡില്ലേ, തൃശ്ശൂരത്തെ ഒരു പ്രശസ്തമായ റോഡാണ് ഇട്ടത്. പ്രശസ്തമായ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മിഷ്യൻ കോട്ടേഴ്സിലത്തെ അവന്യൂ റോഡാണ് ഇട്ടത്. ഈ അവന്യൂ റോഡ് പേര് കേൾക്കാൻ കാരണം എന്താ വെച്ചിട്ടില്ലേ, കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ റോഡാണ്. ഞാൻ ഗന്ധർവൻ, പ്രാഞ്ചിയേട്ടൻ, നമ്മൾ, കസ്തൂരിമാൻ, അങ്ങനെ കുറേ സിനിമകൾ, പിന്നെ കുറേ പ്രശസ്ത വീടുകൾ, ബോബി ചെമ്മണ്ണൂരിൻ്റെ തറവാട് വീട്, ലുക്കാസുകാരെ വീടുകൾ, അങ്ങനെ കുറേ പേരെ വീടുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വഴിയാണ് ഈ വഴിയിട്ടാ. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സ്ട്രീറ്റ് ഉണ്ട്, 3rd സ്ട്രീറ്റ്. അതിലൂടെ ഞങ്ങൾ വന്ന് നോക്കണത്. പ്രയാഗിൻ്റെ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇനി ഈസ്റ്ററിന് വന്നതാണ് കേട്ടോ. ഇവള് നമ്മുടെ വീട്ടിലുണ്ട്, ഇവിടെ പോയിട്ടില്ല. ഇവിടെയും കൊണ്ട് പോകുന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അധികം 25 വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ അവിടെ. അത് 2000 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറേ പേർക്കൊന്നും അറിയില്ല ഇത്രയും നല്ലൊരു ഷോപ്പ് കൂടെ ഉള്ള കാര്യം. 3 പേര്. അതിലൊരാൾ അമ്മ എന്ന് പറയാൻ പറ്റില്ല, ഒരു അമ്മൂമ്മയാണ്. റോസമ്മാൻറ്റി, റൊസാൻ ഹൗസ് ഓഫ് ഐഡിയാസ്. കോട്ടൺ സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൺകുട്ടികളുടെ ഡ്രസ്സില്ല കേട്ടാ. ആൺകുട്ടികളുടെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 1 വയസ്സായിട്ടുള്ള കുട്ടികളുടെ വരയ്ക്കുള്ളൂ. ബാക്കി സ്ത്രീകളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, കർട്ടൻ, ചവിട്ടികൾ, പിന്നെ പില്ലോ കവറ്, സെറ്റിയുടെ കവറ്, പിന്നെ എന്താ പറയുക, ടവല്, അങ്ങനെയുള്ള എല്ലാ വക സാധനങ്ങളും ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തും കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ക്ലാസ് ലുക്കൊക്കെ ഉള്ള, കണ്ണിന് എന്താ പറയുക, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു കളറും ഇല്ല, അതാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു നല്ല മെറ്റീരിയലുകളുടെ ഒരു ഇവര് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നത് തന്നെ ഇവർ തന്നെ പോയിട്ട് എല്ലായ്പ്പോഴും പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതായതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉള്ളതൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ അവർ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഷോപ്പിൽ കയറി. അപ്പോൾ ഇതാണ് കുറച്ച് അമ്മമാർ കൂടിയിട്ടാണെന്ന് പറഞ്ഞു. ഇതിൽ ഒരമ്മയാണിത്. അമ്മയാക്കിയോ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അങ്ങനെയൊന്നും നമുക്ക് തോന്നിക്കില്ല. കാണുമ്പോൾ ഒരു വീട് പോലെ തന്നെയാണ്. അതെ, അതില് ഒരു കോട്ടേജ് ഹൗസ് സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അനി എന്ന് പറയുന്ന ഒരു 2 പേരുണ്ട്. റോസമാൻറ്റി ഉണ്ട്, അനിയുണ്ട്. അതിലത്തെ ആനി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടാണ്. വീടിന്റെ ഭാഗമാണ് കേട്ടോ, ആ കോമ്പൗണ്ടാണിത്. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് തോന്നുന്ന ഒരു കുഞ്ഞു ഷോപ്പാണല്ലോ, ഇവിടെയാണോ എല്ലാ സാധനങ്ങളും ഉള്ളത്. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെന്നാ തുടങ്ങണ്ടേ? തുടങ്ങണ്ടേ? ഞങ്ങൾക്ക് ചെറുവക സാധനങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? ചെറുവകയും തുടങ്ങാം നമുക്ക്. ഓക്കെ, കുറച്ച് ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളാണ്. ടീ കോസി, നമ്മൾ കെറ്റിലൊക്കെ ചായ ഒക്കെ ചൂടായ കെറ്റിലില്ലേ, കെറ്റില് ചൂടാറാതിരിക്കാൻ ഇങ്ങനെ മൂടി വെക്കുന്നതാണ് ടീ കോസി എന്ന് അതിന്റെ പേര്. ഓ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതെ, കുറച്ച് ഇവിടെ ഉള്ള കുറച്ച് ഫാൻസി സാധനങ്ങളാണ്. പിന്നെ ഇത് ചെറിയ തന്നെയാണോ? അല്ല, ഇതൊക്കെ വരവ്. പിന്നെ ഇത് ചെറിയ പിള്ളേരുടെ, ഇതുപോലെയുള്ള ചെറിയ പിള്ളേർക്കുള്ള ഗ്ലൗസ്, ചെറിയ പിള്ളേരുടെ കുക്കിംഗ് ഗ്ലൗസ്. ഇത് വലിയവർക്ക് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ പാത്രമൊക്കെ പിടിക്കാൻ, ചൂടുപാത്രം പിടിക്കാനുള്ള സാധനം. അതിന്റെ ചെറുത് എല്ലാവർക്കും ചെറുതാ വേണ്ടത്. അപ്പം ചെറുതുണ്ട്, വലുതും ഉണ്ട്. ഇത് ചെറിയ വക. ശരിക്കും ചേട്ടാ ഇവിടെ ഇല്ലല്ലേ? ചേട്ടാ അവിടെ പോയി വിശ്രമത്തിലായി. അതെ. പിന്നെ ഇത് നമ്മുടെ മൈക്രോ ഫൈബർ എന്ന് പറയാം, നമുക്ക് പൊടി തട്ടാനുള്ളതൊക്കെ. പക്ഷെ ഇത് ഭയങ്കര ഇവിടുത്തെ ഏറ്റവും ചെലവ് പോകുന്ന ഒരു സാധനമാണ്. ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട്, കാറ് തുടയ്ക്കാനൊക്കെ പറ്റില്ല, ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ, അത് ഈ മൈക്രോ ഫൈബർ അതിന് ഉപയോഗിക്കാം. ഇത് ടീ മാറ്റ് പറയും. ദാറ്റ് ഈസ് നമ്മുടെ കോസ്റ്റേഴ്സ്. ഞങ്ങളുടെ കണ്ട പല ഇങ്ങനെ പടവായിട്ട് നമുക്ക് ചായക്കപ്പൊക്കെ വെക്കാനായിട്ട്, മേശയിൽ വെക്കാൻ, അത് എംബ്രോയിഡറി ഉള്ളതുണ്ട് പല കളറിൽ. ഇതുണ്ട് എംബ്രോയിഡറി ഉള്ളതുണ്ട്. ഒക്കെ ഇതിനൊക്കെ നിസ്സാര വിലയാണ്. 15 രൂപ 20 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. വില കുറവാണ് ഈ കടയിലെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇത് പാത്രം കഴുകുന്ന സ്റ്റീലുള്ള, ശരിക്കും പറഞ്ഞാൽ സ്റ്റീലിലെ തയ്ച്ചിട്ട് വരുന്നതല്ലേ. നമ്മളിപ്പോ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പൗച്ച് പോലെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ഇപ്പോൾ? ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഇതായിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബാഗുകൾ, പൗച്ചുകൾ, വല്ല ബർത്ത്ഡേക്കോ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ ഇത് ചെറിയ പിള്ളേരുടെ ഷെഫ് ക്യാപ്പ്,
വലിയവരുടെ ഉള്ള ഷെഫ് ക്യാപ്പും ഉണ്ട്, ചെറിയ പിള്ളേർക്കുള്ള ഷെഫ് ക്യാപ്പുകൾ. ഇപ്പോൾ അവധിയല്ലേ, അവധിക്ക് അങ്ങനത്തെ കുറച്ച്. പിന്നെ ഇത് ചെറിയ നമ്മുടെ മണി പൗച്ചസ്, ചെറിയ ടോയ്ലറ്റ് കിറ്റ് പോലെയോ എന്താണെന്ന് വെച്ചാലുള്ള ബാഗ്. പിന്നെ ഇത് മണി ബാഗാണ്, കോയിൻ ബോക്സ്, കോയിൻ ബാഗ്. ഇതും കോസ്റ്റേഴ്സാണ്, സെറ്റായിട്ട് 5 എണ്ണത്തിൻ്റെ കോസ്റ്റർ സെറ്റ്. പിന്നെ ബാഗിനകത്ത് വരിക കോട്ടൺ. ഇവിടെ എല്ലാം കൂടുതലും കോട്ടൺ സാധനങ്ങളാണ്. കോട്ടൺ, ജൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഹാങ്കി. പിന്നെ ഞങ്ങൾക്കുള്ളത് ഇവിടെ ടേബിൾ ക്ലോത്തുകളുണ്ട്. എല്ലാ സൈസും നമുക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ സൈസിലുള്ള ടേബിൾ ക്ലോത്ത്സ് ഉണ്ട്. ഇതെല്ലാം ടേബിൾ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് 12 സീറ്റർ ഉണ്ട്, 10 സീറ്റർ, 8 സീറ്റർ, 6 സീറ്റർ, 4 സീറ്റർ. പിന്നെ നമുക്ക് സ്ക്വയർ, സർക്കിള് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇത് നമ്മളിവിടെ തയ്പ്പിക്കുന്നതാണ്. കുറച്ച് ഇതായിട്ടൊക്കെ ഫോമലായിട്ടൊക്കെ കൊടുക്കണേ. നിമ്മി വാ. ഡൈനിങ് ടേബിൾ ക്ലോത്ത് ആണ്. ടേബിൾ ക്ലോത്തുകൾ ഇതല്ല, ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതൊക്കെ വേറെ തുണീന്റെ ഇടയിൽ വെച്ചിട്ട് എത്ര സീറ്റർ? 8 സീറ്റർ ആണോ? 6 സീറ്റർ. അപ്പം ഇതിനൊക്കെ വരുന്ന വില എന്ന് പറയുന്നത് 780, അത്രേ ഉള്ളൂ. റീസണബിൾ ആണ്. അപ്പം ഇങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതാണ്. ഇവിടെ ചെയ്യുന്നത് ആകുമ്പോൾ എന്ന് വെച്ചാൽ കിട്ടുന്നത് ഇത് ഫുൾ അക്കോബയ എംബ്രോയിഡറി ഉണ്ട്. ഇതൊക്കെ നമ്മൾ തുണിയെടുത്ത് നമ്മൾ നല്ല തുണി കാണുമ്പം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ചെയ്തെടുക്കുന്നത്. ഇത് പില്ലോ കവേഴ്സ് ആണ്. ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എടുത്തിട്ട് കൂടുതൽ വേറെ വേണം എന്നുണ്ടെങ്കിൽ ചിലതിനൊന്നും പില്ലോ ഇല്ലാതെ ഉണ്ടാവും, സിംഗിൾ ഷീറ്റ്. അപ്പം അതിന് മാച്ചിങ് വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ വന്നെടുക്കുന്നവരും ഉണ്ട്. ബെഡ്ഷീറ്റ് 2 പിന്നെ ഇതൊക്കെ സിംഗിൾ ഷീറ്റുകളാണ്. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഷീറ്റ്സാണ്. സിംഗിളായിട്ട് ഇതിനൊന്നും ഈ പറഞ്ഞ മാതിരി ചിലപ്പം നമുക്ക് പില്ലോ കവറായിട്ട് വരും. ഇപ്പം പില്ലോ കവർ ഇല്ലാതെ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല മിക്സ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്നവരുണ്ട്. ചേരുന്ന പോലെയൊക്കെ എടുത്താൽ അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിവിടെ നല്ലോണം പോകുന്ന ഒരു സാധനം ദോഹാർ എന്ന് പറയും. ബെഡ്ഷീറ്റ് തന്നെയാണ്? അല്ല, ഇത് പുതപ്പായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. പുതപ്പ് എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പം തണുപ്പിൻ്റെ അന്ന് വിചാരിക്കണ്ട, നമ്മുടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് ഡബിളും ഉണ്ട്, 2 സൈഡും ഉപയോഗിക്കാം. ഇത് ഡബിൾ കോട്ടിൻ്റെയും സിംഗിൾ കോട്ടിൻ്റെയും ഉണ്ട്. അതങ്ങനെ പല 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 ഡിസൈൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ലൈറ്റ് കളേഴ്സ് ആണല്ലേ കൂടുതലും ഞാനും അനിയും കൂടി പോയി സെലക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇച്ചിരി ഇങ്ങനത്തെ കളേഴ്സാണ് താല്പര്യം. അപ്പം കുറച്ചൊക്കെ ഡാർക്ക് മേടിക്കും, പക്ഷെ ഇവിടെ വരുന്നവർക്കും കൂടുതലും ഇഷ്ടം ലൈറ്റ് തന്നെയാണ് താല്പര്യം. എന്നാൽ ഇങ്ങനത്തെയൊക്കെ ഡാർക്ക് എടുക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഈ പിള്ളേർ ചെളിയാക്കാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കൗണ്ടർ പെയിന് വരും. എന്നിട്ട് നമ്മൾ കനം കുറഞ്ഞ ഷീറ്റ് ആദ്യം വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് കട്ടിയുള്ള ഒരു ഷീറ്റ് അങ്ങോട്ട് വിരിച്ചിടും, ഒരു ഭംഗിക്ക്. അങ്ങനെ ചെയ്യുന്നതാണിത്. ഇത് അങ്ങനത്തെ ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പം ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും ഒക്കെ ഇടാൻ ലൈറ്റ് ആയിട്ടുള്ള കണ്ടോ, ഇതിടുമ്പം ഭംഗിയാണ്. ഇങ്ങനെ കനം കുറവും ഉണ്ട്. പിന്നെ അതൊരു കളേർഡ് വേണമെങ്കിൽ കളേർഡ്. ഇതൊക്കെ ദോഹാറുകളാണ്. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മളിവിടെ ചെയ്തെടുക്കും. ഇതെന്താ? ഇത് ക്രോഷ്യോ ചെയ്ത, ക്രോഷ്യോയും ലേസും ഒക്കെയുള്ള അക്കോബ തുണിയും ക്രോഷ്യോ ഒക്കെ ആയിട്ടുള്ള ഷീറ്റാണ്. കൗണ്ടർ പെയിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മോളിൽ വിരിക്കാനുള്ള ഭംഗിക്ക് സ്റ്റൈലിൽ മുകളിൽ വിരിക്കാം. അപ്പം കിടക്കാൻ നേരത്ത് ഇത് മാറ്റിയിട്ട് സൈഡിൽ വെച്ചിട്ടാണ് ആൾക്കാർ സ്റ്റൈലിൽ കിടക്കാൻ. പിന്നെ ഇതെല്ലാം ഷീറ്റുകൾ. ഈ ഭാഗം മുഴുവൻ ഇനി ഷീറ്റാണ്, പലതരം ഷീറ്റുകൾ വരും. ഇതൊക്കെ ബെഡ്ഷീറ്റ് മാത്രമല്ലല്ലോ, എല്ലാ ടൈപ്പ് ഷീറ്റുകളും. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റുകളാണ്. അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ കിങ് സൈസ് വരെ ഉണ്ട്, സൂപ്പർ കിങ് വരെ ഉണ്ട്. ഷീറ്റിൽ ഇച്ചിരി നമ്മളെ വല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതിവിടെ ചെയ്യണതാണ്, തയ്ച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ കാലിൻ്റെ അവിടെയായിട്ട്, അല്ലെങ്കിൽ ഇത് നടുവിൽ അല്ല, കാലിൻ്റെ അവിടെയായിട്ട് വരും. കാലിൻ്റെ ജസ്റ്റ് ഇങ്ങനെ സെൻറ്റർ അല്ല, ഓഫ് സെൻറ്റർ ആയിട്ട് വരും. കാൽഭാഗത്തേക്കാണ് ഇങ്ങനത്തെ വരിക. ഇത് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ പില്ലോ കവർ ഇല്ല. ഇതൊക്കെ പില്ലോ കവർ ഉണ്ട്.
ഇതിപ്പോൾ അക്കോബ തുണി വെച്ചിട്ടല്ലേ, അതല്ലാതെ ഇങ്ങനെ പ്രിന്റ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പില്ലോ കവർ ഇത് പില്ലോ കവർ, ഇത് പില്ലോ കവർ. പിന്നെ ഇതാണ് അതിൻ്റെ ഷീറ്റ്. നല്ലൊരു ഫങ്ഷൻ, കല്യാണം ടൈം അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വന്നെടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത്. ഇതിങ്ങനെ എടുക്കുന്നത്. പിന്നെ അതൊക്കെയാണ് കുറച്ച് വില വരുന്നത്. ഏറ്റവും ഇവിടുത്തെ റീസണബിൾ ആയിട്ട് വരുന്നത് നമുക്ക് ഇതാണ്. ഇത് ക്വീൻ സൈസാണ്. ഇതിന് ബോർഡർ സെറ്റ് എന്നാണ് പറയാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല, വരുന്നതാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഇത് നമ്മൾ കുറച്ച് നല്ല തുണി നോക്കിയും അങ്ങനെയൊക്കെ എടുക്കുക. ഇത് കുറേ പേര് കൗണ്ടർ പെയിൻ ആയിട്ടും അല്ലാത്തൊരു ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരുള്ളടത്തൊക്കെ അവർക്ക് ഇച്ചിരി കട്ടിയുണ്ട്. ചിലതൊക്കെ സോഫ്റ്റാണ്, അധികം കട്ടിയല്ല, നോക്കിയാൽ അറിയാം. അങ്ങനെ അധികം കട്ടിയല്ല, പല ഇതിൽ വരുന്നുണ്ട്. പക്ഷേ കുറേ പേർക്ക് അത് ഇത് കണ്ടോ ഇങ്ങനെ ബോർഡർ വരും. അപ്പം പില്ലോ കവർ ഈ ബോഡിയുടെ കളർ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും ഒരു പ്ലെയിൻ ബോർഡർ വരും. ഇതാണ് ബോർഡർ സെറ്റ് എന്ന് പറയുന്നത്. ഇത് ആണ് ഏറ്റവും റീസണബിൾ. ഇത് ഞങ്ങൾ ചെയ്യുന്ന 750-ക്കാണ് ഈ ഒരു സെറ്റ്. അതിന്റെ കിങ് അല്ല, അത് ക്വീന്. കിങ്ങിന് ഇത് കിങ് കണ്ടോ. ഇത് വിരിച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. പിന്നെ പില്ലോ കവർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയുടെ സെയിം ആയിരിക്കും പില്ലോ കവറായിട്ട് വരുന്നത്. ഇതാണ് പില്ലോ കവർ വരുന്നത്. ഇതൊക്കെ തുണി, ഇത് കട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടിയെന്നല്ല, പല ഇതിലുണ്ട്. അപ്പോൾ ചുളുങ്ങത്തില്ല പെട്ടെന്ന്. ഇപ്പോൾ പിള്ളേരുള്ളവർക്കൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലാതെയുള്ള സോഫ്റ്റ് ഷീറ്റുകൾ നല്ല നല്ല ഇങ്ങനത്തെ ബോക്സിൽ ഇതൊക്കെ വരുന്നതാ. കണ്ടോ, കിങ്ങ. ഇതൊക്കെ കിങ്ങ. ഇത് പല ടൈപ്പ് ഉണ്ട്. നമ്മുടെ ബെഡ് പറ്റും. അതിങ്ങനെ പല കളർ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ മതി, ഞങ്ങളെല്ലാം ഇങ്ങനത്തെ കുറച്ച് ഞങ്ങള് ലൈറ്റ് കളറിൽ. പക്ഷെ ഡാർക്ക് കളർ ചോദിക്കുന്ന ചിലർ ഈ പിള്ളേരുള്ള വീട്ടുകാരാണ് ഡാർക്ക് കളറിൽ. അപ്പൊ അവർക്ക് കുറച്ചൊക്കെ ബോർഡർ, ചിലതൊക്കെ വൈറ്റ് ബോർഡർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഭംഗിയാ കാണാൻ. പക്ഷെ ചിലർ പറയും അത് അയ്യോ പിള്ളേരുള്ളവർക്ക് എന്ന് പറയും അങ്ങനെ വൈറ്റ്. അപ്പൊ കുറെ പേർക്കും ഡാർക്ക് കളർ ബോർഡർ ഉള്ളതൊക്കെ ഇഷ്ടം. പക്ഷെ അങ്ങനെയും വരുന്നുണ്ട്. എനിക്ക് കടയിൽ പോയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടമാവാറില്ല. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കാറ് എൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ. എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് ബെഡ്ഷീറ്റ് വാങ്ങിക്കണേന്ന്. എൻ്റെ എല്ലാം ലൈറ്റ് കളറാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. കുറെ അത് ആൾക്കാർ പറയണം ഇവിടെ വരുമ്പം സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു സെലക്ട് ചെയ്ത് വെച്ചതാണ്. ആൾക്കാർക്ക് ആദ്യമേ കാണാൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. കുറെ പേർക്ക് എംബ്രോയിഡറി വേണം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ അതിനാണ് എംബ്രോയിഡറി. മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി. ഇത് ജ്യൂട്ടാണെന്ന് തോന്നുന്നു മെറ്റീരിയൽ അല്ലേ? ഇതെല്ലാം അത് കട്ടിയുള്ളതാ. കട്ടിയുള്ള കോട്ടനാണെന്ന് പറയാൻ പറ്റത്തില്ല. കട്ടിയുള്ള കോട്ടനാന്നേളും. അതിങ്ങനെ പല കളറുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇതുണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള. മറ്റേ സോഫ്റ്റ് ഷീറ്റ് തീർന്നോ? വെള്ളയിൽ എംബ്രോയിഡറി ചെയ്തത് ശരിയായില്ലേ? അത് കാണിച്ചു. വേറൊരു നല്ലൊരു എംബ്രോയിഡറി, നല്ല സോഫ്റ്റ് ഷീറ്റ് ഉണ്ട്. നല്ല മെറ്റീരിയലാ. പക്ഷെ അത് ഇന്നലെ തന്നെ 2 ഉണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ വീട്ടില് വല്ല ഗസ്റ്റുകള് വല്ല VIP ഗസ്റ്റ് ഒക്കെ അപ്പൊ അന്ന് സുരേഷ് ഗോപി ഒക്കെ വന്ന പോലെ അങ്ങനെ ആരെങ്കിലും വരണ ദിവസം ഇരിക്കുക. വൈകുന്നേരം ഒക്കെ മടക്കി എടുത്തേക്കും. കെടുക്കരുതില്ലേ? കുറച്ച് ക്വിൽറ്റും ഇങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ബാഗ്സ്, ഫാൻസി ബാഗുകളാണ്. നിമി ഒന്ന് എടുത്ത് കാണിച്ച്. ഇത് നമ്മുടെ സ്റ്റോർ ചെയ്യാനുള്ള ഇപ്പൊ ക്വിൽറ്റോ ബെഡ്ഷീറ്റ്സോ സാരിയോ സെൽവാറോ ഒക്കെ എടുത്ത് വെക്കാനുള്ള ഇങ്ങനത്തെ ബാഗുകൾ. സിപ്പ് വെച്ച് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് അല്ലല്ല ഇതൊക്കെ വരുത്തിയത്. ഇതൊക്കെ ബാക്കിയൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനത്തെ ചെറിയ ബാഗുകൾ, ഫാൻസി ബാഗ് ഉണ്ട്. ആ പൂച്ചയുടെ ഒക്കെ വെച്ച് ഇത് പിള്ളേരുടെ. പിന്നെ അത് നമുക്ക് ഈ ട്രാവൽ ബാഗാണത്, ട്രാവൽ ചെയ്യാനായിട്ട് ലൈറ്റ് വെയിറ്റ്. ആ പൂച്ചയുടെ ചെവിയുണ്ട് ഫാൻസി ആയിട്ട്.
പിന്നെ വാല് വരെ ഉണ്ട്, നാക്കുണ്ട്, ദേ പുറകിൽ വാല് വാല് വരെ ഉണ്ട്. പിള്ളേർക്ക് ബാഗാണ് ഇങ്ങനെയുള്ള ഇച്ചിരി ഫാൻസി ആയിട്ടുള്ള ബാഗുകൾ. എല്ലാം തുണിയുടെ സാധനങ്ങളേ ഉള്ളൂ, എല്ലാം കോട്ടൺ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഉള്ളത് പിള്ളേരുടെ നാപ്പി തുണിയില്ലേ അതുണ്ട്, പിന്നെ സോഡിലുണ്ട്, പിള്ളേരെ പുതച്ച് കിടത്താനുള്ള സോഡിലുണ്ട്. അത് ഭയങ്കര സോഫ്റ്റാ. അതിന്റെ തോർത്തുകളുണ്ട്. ഇതൊക്കെ സോഡില്ല, ഇത്രയും വലുപ്പമല്ലേ, ഇങ്ങനെ പുതച്ച് നമ്മൾ രാത്രി കിടത്തിട്ടില്ല ന്യൂ ബോൺസിനെ. പിള്ളേരുടെ തൊട്ടിയിലേക്കുള്ള സോഫ്റ്റ് ഷീറ്റുകളാണ്, പല ഡിസൈൻസ് ഉണ്ട്. നാപ്പി ഉണ്ട്, കുറച്ച് വലിയ പിള്ളേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തോർത്ത് അതുപോലെ ഉണ്ട്. പിന്നെ ഇത് നാപ്പി ചേഞ്ചർ എന്ന് പറയും, നമുക്ക് നാപ്പി ചേഞ്ച് ചെയ്യാൻ നേരത്ത് കിടത്താനുള്ളത്. ആദ്യമൊക്കെ പിന്നെ കുട്ടികള് പ്രസവിക്കാറാവണ സമയം പഴയ സാരി മുണ്ട് അതൊക്കെ എല്ലാം ആക്കി വെക്കുക അല്ലേ. പിന്നെ ഇതൊരു ടവല സോഫ്റ്റ് ആയിട്ടുള്ള. പിന്നെ ഇത് ഈ പറഞ്ഞ മാതിരി ഡോഗ് ബെഡ് കണ്ട പോലെ പിള്ളേരെ കിടത്താനുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് പുതപ്പിക്കാനും ഉപയോഗിക്കാം. ഇത് പുതപ്പ പിള്ളേരുടെ കുറച്ച് കട്ടിയുള്ള പേസിയിലൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റുന്ന ബിബ് പുതപ്പൊക്കെ നല്ലതുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ കുറേ ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ. അത് 2-3 സൈസിലുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അങ്ങനെ ഹാൻഡിലുള്ളപ്പോൾ വലിയ നീണ്ട ഹാൻഡിലാണെങ്കിൽ നീണ്ട ഹാൻഡിൽ. ഇത് കുറേ പേര് ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ. ഇത് പിള്ളേരുടെ അവിടെ ബെഡേൽ വെക്കാൻ പറ്റുന്ന ഫാൻസി ആയിട്ടുള്ള ഒരു കുഷനാണ്. ഫ്രിഡ്ജിന്റെ ഹാൻഡിൽ മാത്രം പെട്ടെന്ന് നാശാവില്ല, പെയിന്റ് പോയ പോലെ ഇരിക്കും. അപ്പൊ അതിന് ഉള്ളിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കാം. അതായത് 2-3 സൈസ് ഉണ്ട്. എന്ന് വെച്ചാൽ പല ടൈപ്പിലാണ്. ചിലവർക്ക് വലുത് മാത്രം മതി, ചിലവർക്ക് വലുതും ഒരു ചെറുതും വേണം. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം പട്ടി പ്രേമമൊക്കെ ഉള്ളവർക്ക് പട്ടിയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് എല്ല് പട്ടിക്ക് കടിക്കാൻ നമ്മുടെ ചെരുപ്പെടുത്തോണ്ടൊരു തോറ്റു. ഫാൻസി ആയിട്ട് കളിക്കാനുള്ള എല്ലുകൾ. സൗണ്ടും ഉണ്ടാ സൗണ്ട്. അതിനൊക്കെ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോഗ് ബെഡാ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഡോഗ് ബെഡ് ഉണ്ടായിരുന്നു, അത് പോയി. ഇത് ഡോഗ് ബെഡാ, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു പക്ഷെ അത് പിള്ളേർക്കും കിടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഡോഗ് ബെഡായി പോയി. പക്ഷെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു മെത്ത പോലത്തെ, അത് പോയി. അതെ, അല്ല അകത്തൊക്കെ വളർത്തുന്ന പട്ടികളില്ലേ, അത്രയും വൃത്തിയിലൊക്കെ കിടക്കാനായിട്ട് നമുക്കും കിടക്കാം. അതാ പിള്ളേരെ കിടത്താം ഈ പറഞ്ഞ മാതിരി. പക്ഷെ ശരിക്കുള്ള ബെഡ് പോലത്തെ ഉണ്ടായിരുന്നു, നമുക്ക് അത് കഴിഞ്ഞു. ബണ്ടാന എന്ന് പറയും, കഴുത്തേല് സ്റ്റൈലിന് ഇടുന്നതാ. അതേ ഇത് പിന്നെ ഇപ്രാവശ്യം ഈസ്റ്ററിന് വന്നതായിരുന്നു, ഈസ്റ്റർ ബണ്ണി ബാഗ്. നമുക്ക് ഈസ്റ്റർ എഗ് കളക്ട് ചെയ്യാൻ പിള്ളേർക്ക് ഫാൻസി ആയിട്ട് വന്നതാ. ഇത് നല്ലോണം പോകുന്ന ഒരു സാധനം, ബോട്ടിൽ ബാഗ്. എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു ബോട്ടിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതും ബോട്ടിൽ ബാഗാണ്. ഇത് പല തരത്തിലുള്ള കുപ്പികൾ വെക്കാനായിട്ടുള്ള ഇങ്ങനെ പല കമ്പാർട്ട്മെന്റാ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. പല 3-4 കുപ്പികൾ വെക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ഇങ്ങനെ ചെരിഞ്ഞ് പോവില്ല. ഇത് ഇച്ചിരി പ്ലാസ്റ്റിക് ആണ്. ഇത് നമ്മുടെ ചെയർ ബാക്ക്, ചെയറിന്റെ പുറകില് ഇടാനുള്ള കവർ ഇങ്ങനെ ചെയറിന്റെ. പിന്നെ ഇത് സോഫ ബാഗ്, സോഫയുടെ ബാക്കിലിടാൻ ഇങ്ങനെ വിരിച്ച്. സോഫ ബാഗ് നമുക്ക് ഇങ്ങനെയും ഉണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. അത് ക്രോഷിയോടെ. ഇത് ഇങ്ങനെ കട്ട് വർക്ക്. ഇത് ചെയ്യണതാണോ ഇവിടെ? അല്ല, ഇതൊക്കെ ഞങ്ങൾ വരുത്തുന്നതാ. ഇതും ഞങ്ങൾ കട്ട് വർക്ക് വരുത്തുന്നതാ. പിന്നെ നമുക്ക് റെഗുലർ ഇങ്ങനെ ഇതൊക്കെ ഇച്ചിരി വിലയുണ്ടല്ലോ, വില എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊന്നല്ല, എന്നാലും വിലയുണ്ട്. 280 ഉണ്ട് ഒരെണ്ണത്തിന്. ഇതാകുമ്പോൾ 95-ന് പെട്ടെന്ന്. ഇതിപ്പോൾ വൈറ്റേ ഉള്ളൂ, ഗ്രേയും ഓഫ് വൈറ്റും ഒക്കെ ഉണ്ടല്ലോ, ബേജൊക്കെ ഉണ്ടായിരുന്നു, തീർന്നു. അതപ്പോൾ 95 ഉള്ളൂ. മറ്റേനെ വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണത്തിന് കോട്ടൺ ടൈപ്പ്. അപ്പം നമുക്ക് സ്റ്റൈലിൽ ഇടുകയും ചെയ്യാം, പിന്നെ ഇടയ്ക്ക് അത്രയും റേറ്റേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അലക്കാലോ. ഇതിൻ്റെ കോട്ടൺസ് കുറച്ച് പല പ്രിൻറ്റുകൾ വരുന്നുണ്ട്, ഞാൻ അത് കാട്ടിത്തരാം, ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് കുഷൻ കവേഴ്സാണ്. അത് കൂടുതലും വരുന്നത് നമുക്ക് കുഷൻ കവേഴ്സ് റെഡിമെയ്ഡ് വരുന്നത് 60. അത് എംബ്രോയിഡറിയും കൂടി ഉള്ളത് ചെയർ ബാക്ക് തന്നെയാണ്.
സെറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ സിംഗിൾ ആയിട്ടില്ലേ കണ്ടത്, സിംഗിൾ അല്ലാതെ 2 സിംഗിളും ഒരു 3 എണ്ണത്തിന് ഇതേ കുറേയും സോഫ അങ്ങനെയല്ല വരുന്നേ. അതെ അതെ വലുത് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നത് യൂഷ്വലി കുഷൻ കവേഴ്സ് 16x16 12x12 ആണ് കൂടുതൽ കാണുന്നത്. പിന്നെ കുറച്ചുള്ളത് 18x18 20x20 ഉണ്ട്. പിന്നെ റെക്റ്റാങ്കിൾ ടൈപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കുഷൻ കവേഴ്സും ഉണ്ട്. അതിപ്പോൾ ക്രോഷിയോടെ ആണെങ്കിലും ഉണ്ട്. ഇത് 12x12 സൈസ് എന്ന് പറയണത് ക്രോഷിയോടെ ഉണ്ട്. അല്ലാതെ പിന്നെ നമ്മൾ ഉള്ളതൊക്കെ കോട്ടൺ. ഇതൊക്കെ കുറേയും ഞങ്ങൾ ഇതൊക്കെ വരുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ തയ്പ്പിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ ഇത് അക്കോബ വെച്ചിട്ടുള്ള ടൈപ്പ് കോമ്പിനേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മെറ്റീരിയലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല. എല്ലാം ഇങ്ങനെ നമുക്ക് അല്ല, ഞങ്ങൾക്ക് ചിലർ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കിച്ചൺ കേർട്ടൻസ് ഒക്കെ ആണെങ്കിലും ഇന്ന കളറ് ഇന്ന, അപ്പം ഞങ്ങൾ മെറ്റീരിയൽ കാട്ടി കൊടുക്കും. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മതി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതാണ് 16x16 12x12 ഒക്കെ. അപ്പോൾ ചിലർ അവരുണ്ടാക്കിയതുണ്ടാവും, അവർ ചെയ്യിപ്പിച്ചെടുക്കും. അപ്പോൾ മെഷർമെൻറ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസിന് ഇവിടെ ഒരു വലിയൊരു വീടുണ്ട്. ആ വീട്ടിലെ ഫുൾ സാധനം ക്രിസ്മസിൻ്റെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. അവരുടെ ഒരു 2-3 ലിവിങ് ഏരിയ ഉണ്ട്. ആ എല്ലായിടത്തേക്കും പല പല കുഷൻ കവേഴ്സ്, പിന്നെ ബെഡ്റൂംസിലേക്ക് ഷീറ്റ് ഇതുപോലെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, അതുപോലെ ഷീറ്റുകൾ ക്രിസ്മസിൻ്റെ പ്രിൻറ്റ് വെച്ചിട്ട് അതിന് പറ്റുന്ന കുഷന് എല്ലാം, ടേബിൾ ക്ലോത്ത്, റണ്ണർ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഒരു ഹോൾ വീട് ക്രിസ്മസിൻ്റെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫാൻസി ബാഗുകളാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിങ്ങിന് മുമ്പുള്ള പച്ചക്കറി മേടിക്കാനും ഒക്കെയുള്ള ബാഗുകൾ, കിച്ചൺ കേർട്ടൻസ് എന്ന് പറയും. അപ്പോൾ കിച്ചൺ കേർട്ടൻസ് ഇതൊക്കെ നമ്മൾ തയ്പ്പിച്ചെടുക്കുന്നതാണ്. അതിപ്പോൾ അക്കോബയുടെ പ്ലെയിൻ വൈറ്റ് വേണ്ടവർക്ക് അക്കോബയുടെ ഉണ്ട്. അല്ല പ്രിൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ഉണ്ട്. കിച്ചണിൽ നമ്മൾ ഇടുന്ന കേർട്ടൻസ്. അപ്പൊ ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇടത്തുള്ളൂ. ഇപ്പൊ ഇതേ മുകളിൽ കാണുന്നില്ലേ, അതുപോലെ ഇടത്തുള്ളൂ. ചിലവര് താഴെയും ഇടും മുകളിലും ഇടും. അപ്പം താഴെ ഇപ്പൊ ഈ സൈസ് ഇടുവാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ തയ്പ്പിച്ചെടുത്തതാണ്. ഇതാണ് ചെറുത് ശരിക്കും പറഞ്ഞാൽ മുകളില് നമുക്ക് ഇടാനുള്ളത്. അപ്പം ഇത് ഓരോന്നിന്റെ അനുസരിച്ച് ചെറുത് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം എല്ലാത്തിനും അങ്ങനെ ചെയ്യത്തില്ല, ചിലതിന് എന്നുവെച്ചാൽ കുറേ പേർക്ക് അങ്ങനെ വേണ്ട. ഇതിപ്പോൾ ഇത് വലുത് അടിയിലിട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മുകളിലേക്ക് കണ്ടോ, അപ്പോൾ ഇങ്ങനെ വരും. അടിയിൽ ഇതും മുകളിൽ ഇങ്ങനെയും. അപ്പോൾ ഇവിടെ ഇത്രയും ഗ്യാപ്പ്. ചിലവർക്ക് ഇത് മാത്രം മതി, ഇത്രയും മാത്രം കവർ ചെയ്താൽ മതി. ചിലവർക്ക് കുറച്ചും കൂടി മുകളിൽ നിന്ന് കവർ ചെയ്താൽ മതി. ചിലവർക്ക് മോള് വേണ്ട, താഴെ മാത്രം മതി. അപ്പം അടുക്കളയിൽ ഒരു സ്റ്റൈലിൽ ഇടാനും പറ്റും. പിന്നെ കുറച്ച് പേര് ഇത് കൊണ്ടുപോയിട്ടില്ലേ, ഈ കേർട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ഈ അക്കോബയൊക്കെ മറ്റേ കേർട്ടിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ചുരുക്കിയിടുമ്പം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ നമ്മുടെ ചെറിയ പാൻട്രി ഇതില്ലേ എന്നാ, വാഷ് ഏരിയയുടെ ചെറിയ ജനലുണ്ടെങ്കിൽ, പിന്നെ ബാത്റൂമിൽ ചെറിയ ജനലുണ്ടെങ്കിൽ അതിനൊക്കെ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റും. ഇതുണ്ട്, ഇത് അക്കോബയുടെയാണ്. ടിഷ്യൂ ബോക്സിൻ്റെ കവർ നമുക്ക് നമ്മൾ ടിഷ്യൂവിൻ്റെ ബോക്സ് കിട്ടത്തില്ലേ, ബോക്സ് മേടിക്കാൻ കിട്ടത്തില്ലേ ഇങ്ങനെ ടിഷ്യൂ നാപ്കിൻ ബോക്സ്, കാറിന്റെ ബാക്കിലൊക്കെ വെക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ അതിന്റെ കവർ സ്റ്റൈലില് ബോക്സ് കാണാതെ എടുക്കാം. അതിന്റെ പലതരം കവർ ഉണ്ട് ഇപ്പൊ, അങ്ങനെയുണ്ട്. പിന്നെ ഇതേ ഇതുപോലെ ഉണ്ട്, കണ്ടോ, ഇതേ ഇങ്ങനെ ഇരിക്കും. ബോക്സിനെ കവർ ചെയ്താൽ ബോക്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാനുള്ളത്. പിന്നെ ഇത് ട്രേ ക്ലോത്ത് എന്ന് പറയും. ഇതൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്ന നമുക്ക് സ്റ്റൈലിൽ വുഡൻ ട്രേ ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റൈലിൽ ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് കപ്പൊക്കെ വെച്ച് കൊടുക്കുന്നത്. അല്ലല്ലോ, കഴുകിയെടുക്കാമല്ലോ. പിന്നെ
അങ്ങനെ ഇപ്പൊ നമ്മൾ കപ്പ് കൊടുക്കുമ്പോൾ ചായയുടെ കറയൊന്നും ആവത്തില്ലല്ലോ, സെർവ് ചെയ്യുമ്പോൾ അതിലൊന്നും ആവത്തില്ലല്ലോ. പിന്നെ ഇത് ചെറിയ എന്താ പറയാ ടീപ്പോയിൽ ഇടാനുള്ള ചെറിയ ചെറിയ ഇതുകൾ, അത് പല സൈസിലുണ്ട്. അല്ല ഞാൻ ഡൈനിങ് ടേബിൾ പ്ലേറ്റ് വെക്കുമ്പോ അല്ലല്ല, അത് വേറെ സാധനമാണ്. ആ ഇനി പിന്നെ കാണിക്കാനുള്ളത് ഇതിന്റെ ക്രോഷിയോടെ കുറച്ചും കൂടി വലിയ റൗണ്ട് ടേബിളിനോ അല്ലെങ്കിൽ സ്ക്വയർ ടേബിളിനൊക്കെ ഉള്ള റൗണ്ടിന്റെ ഉണ്ട്, ഇതും ഉണ്ട്. അത് ക്രോഷിയോ അല്ലേ, ഇത് കോട്ടൺ. ചെറിയ ടീപ്പോയ്, നമ്മൾ അവിടെ കണ്ട മേശയൊക്കെ വലുതല്ലേ, 6 സീറ്റർ 12 സീറ്റർ വരെ അങ്ങനെയൊക്കെയുള്ള അല്ലേ. ഇത് അങ്ങനെയല്ല, ചെറിയ ചെറിയ ടീപ്പോയ്ക്ക്. പിന്നെ സ്റ്റഡി ടേബിളിനുള്ള സൈസ് ഉണ്ട്. പിന്നെ ചെറിയ ഈ പ്രെയർ ടേബിളൊക്കെ ഇല്ലേ, അതിനുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് പലതരമുണ്ട്. ഇപ്പം അക്കോബയുടെ ഉണ്ട്. ആയിട്ട് ചോദിച്ച ടേബിൾ മാറ്റുകൾ ഇതാണ്. ഇത് റണ്ണറുകൾ. ഇത് സിംഗിൾ മാറ്റ്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സിംഗിളായിട്ട് ഇട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ സെറ്റായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ സെറ്റായിട്ട് വരുന്ന ടേബിൾ മാറ്റുകളാണ്. കോട്ടൺ മാറ്റുകൾ നമുക്ക് സെറ്റായിട്ട് 6 എണ്ണത്തിൻ്റെ സെറ്റായി ഇവിടെ വരിക. അത് ഇങ്ങനത്തെ ടൈപ്പും ഉണ്ട്. പിന്നെ നമുക്ക് നാപ്കിനും കൂടി ആയിട്ടുള്ള ടൈപ്പുണ്ട്. അങ്ങനെ പല പല നാപ്കിൻ ആയതുണ്ട്, നാപ്കിൻ ഇല്ലാതെ ഉള്ളതുകൊണ്ട്. നാപ്കിൻ ഇല്ലാത്തത് കാണിച്ചു. ഇതിനൊന്നും നാപ്കിൻ ഇല്ല. ഇങ്ങനെ 380 ആണ് 6 എണ്ണത്തിന്. 6 എണ്ണത്തിന് 380 വരുന്നത്. നാപ്കിൻ വരുമ്പോൾ റേറ്റ് കുറച്ചും കൂടി കൂടും, 480 ആവും. 6 നാപ്കിനും ഉണ്ടാവും. ഇത് മേശയിലേക്കുള്ളതാണ്. അത് പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഇതെങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പല ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ന്യൂട്രലായിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ഇതിനൊക്കെ വേണമെങ്കിൽ റണ്ണേഴ്സ്, ചിലതിനൊക്കെ മാച്ചിങ് റണ്ണേഴ്സ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഇതിന് സെറ്റായിട്ട് റണ്ണറും ഉണ്ട് നടുവിലിടാനുള്ളത്. മനസ്സിലായി. അപ്പം അത് ഇപ്പം നമുക്ക് പല ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് റണ്ണർ മാത്രമായിട്ട് മേശയിലിടണമെങ്കിൽ ആ ടൈപ്പ് ഉണ്ട്, ചെറുത് വലുത് അങ്ങനെ പല സൈസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു റണ്ണർ ഉള്ളത് ബെഡ് റണ്ണർ എന്ന് പറയും. നമ്മൾ ബെഡിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഫാൻസി ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മൾ ഇച്ചിരി കളർ വരുത്താനായിട്ട് ആ ബെഡിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഒരു റണ്ണർ അങ്ങനെ ഇടും. അത് നല്ല ലോങ് അല്ലല്ല, അത് വേറെ ഉണ്ട്. ഇതൊക്കെ ടേബിൾ, ഇത് ടേബിളിൻ്റെ പല സൈസ്, ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിലുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ചെയ്യിക്കുന്നത്. ഇത് ജൂട്ടിൽ ലേസ് വെച്ചിട്ട് ഉള്ള നല്ല സെയിലുള്ള ഒരു റണ്ണറാണ്. ഇതും ഇതുണ്ടോ ടേബിളിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റൈലിലൊക്കെ വെക്കാൻ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് വെറുതെ എപ്പോഴും വെക്കാനായിട്ട് പറ്റുന്ന റണ്ണറുകളാണ്. പിന്നെ അത് ക്രോഷിയോടെ റണ്ണേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ ഒക്കേഷനുള്ള ഇപ്പോൾ ഈസ്റ്ററിൻ്റെ കുറേ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു. ഇത് അക്കോബ വേണ്ടവർക്ക് അക്കോബ, വൈറ്റ് അക്കോബ റണ്ണർ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നല്ല ബെഡ് റണ്ണറിനും ആക്കിയും എടുക്കാൻ പറ്റുന്ന കണ്ടോ, അതിൻ്റെ നീട്ടം കണ്ടോ, ഒരു ബെഡിനെ കവർ ചെയ്യും. നമ്മളൊരു ഓഫ് വൈറ്റ് ടേബിൾ അല്ല ഷീറ്റൊക്കെ കൗണ്ടർ പെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇതിങ്ങനെ ഇടുക. പിന്നെ ഇതിന് ചേരുന്ന പോലെ വല്ല ഈ പിങ്ക് കളറിലേക്ക് കുഷൻ കവറും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്നത്തെ ചില വീടുകളൊക്കെ അങ്ങനെയല്ലേ, എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്ത്. പിന്നെ ഇത് യൂട്ടിലിറ്റി ബാഗ്സ്, ദാറ്റ് ഈസ് നമുക്ക് മേശയിൽ അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ അല്ല എന്താ ഡ്രസ്സിങ് റൂമിലും ഒക്കെ ഇങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് വെക്കാം. ചിലർ ഇതിൽ ചട്ടി വെച്ച് വെക്കുന്നുണ്ട്, ചിലർ പോട്ട് ഫ്ലവർ പോട്ട് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതൊക്കെ അടുക്കളയിൽ വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്പൂണിൻ്റെ പാത്രമൊക്കെ വെച്ച് സ്റ്റൈലിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രസ്സിങ് ടേബിളിലോ നമ്മുടെ മേശയുടെ സൈഡിലോ ഒക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. അതാണ് യൂട്ടിലിറ്റി ബാഗ് എന്ന് പറയും. അതിൻ്റെ തന്നെ ഒരു ടൈപ്പാണ് ഈ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. അതും ഈ പല യൂസിന് ഉപയോഗിക്കാം. ബ്രെഡ് വെക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിലും നമുക്കിത് പല ഇപ്പം നമ്മൾ അവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റ് ബോക്സ് ആയിട്ട് മാറും. അത് ഒന്ന് ഇതും കൂടി ഇടണം. ഞാനിപ്പോൾ ജസ്റ്റ് കാട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് പിള്ളേരുടെ എല്ലാവരും ഇനി സ്കൂൾ തുറക്കുമ്പോൾ ചോദിച്ച് വരാൻ പോകുന്ന സാധനമാണ് നാപ്കിൻസ്. ദാറ്റ് ഈസ് പിള്ളേരുടെ ടിഫിൻ ബോക്സ് പൊതിയാനായിട്ടുള്ളത്. അത്
അത് പല ടൈപ്പ് ഉണ്ട്. പിന്നെ കുറേ ഉള്ളത് ഇവിടെ കിച്ചൺ ടവൽസ്. നമുക്ക് പാത്രം, ഇത് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വന്നതായിരുന്നു. പാത്രം തുടയ്ക്കാനുള്ള ടവലുകളില്ലേ, പ്ലേറ്റ് ഒക്കെ കഴുകി തുടച്ച് വെക്കാൻ കിച്ചൺ ടവൽ എന്നാ പറയാ. ഇതിനൊക്കെ 85ഉം 75ഉം ആണ് റേറ്റ്. ഇതൊക്കെ 75 ഇങ്ങനെ അങ്ങനെ ഇത് പല ഡിസൈൻസ് ഉണ്ട് എല്ലാം കണ്ട്. പിന്നെ ഉള്ളത് ഏപ്രിൻസ് ഉണ്ട്. ഇതാ നമുക്ക് ഏപ്രിൻ അടുക്കളയിൽ പല കോട്ടൻ്റെ. പിന്നെ കോട്ടൺ അല്ലാതെ നമുക്ക് പിന്നെ ഇതേ പിള്ളേരുടെ ഏപ്രിൻസും ഉണ്ട് കേട്ടോ, ചെറിയ പിള്ളേർക്കുള്ള. ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കോട്ടഡാണ്. ഇതിൻ്റെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്കപ്പം തുണി പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ടേബിൾ ക്ലോത്ത് ഉള്ളിലേക്ക് നനവ് വരത്തില്ല. ഞാൻ പറഞ്ഞില്ല ഈവൻ ഞങ്ങൾക്ക് ടേബിൾ ക്ലോത്തും ഉണ്ട് ഈ പ്ലാസ്റ്റിക് കോട്ട് എന്ന് പറഞ്ഞാൽ. കണ്ട കോട്ടൺ, പക്ഷെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടുണ്ട്, അകത്തേക്ക് പോയില്ല. അപ്പം ഞങ്ങൾക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റുമല്ലോ, കഴുകിയെടുക്കാനും. അതുകൊണ്ട് അങ്ങനത്തെ കിച്ചൺ അത്. പിന്നെ കുറേ പേര് ബെഡ്ഷീറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പേഷ്യൻസിനെയൊക്കെ കിടത്താൻ, അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ പിള്ളേരുടെയാണ് അതൊക്കെ. കിഡ് കുക്ക് എന്നും പറഞ്ഞിട്ടത് പിള്ളേരുടെ ഇച്ചിരി പ്ലാസ്റ്റിക് കോട്ടിടാന്ന് തോന്നുന്നു അങ്ങനെ. അപ്പോൾ ഈ സെക്ഷൻ ഏകദേശം അങ്ങനത്തെ കഴിഞ്ഞു. ചൂടുപാത്രം പിടിക്കാനുള്ള സാധനങ്ങൾ അത് പല ഷേപ്പിലും സൈസിലും ഒക്കെ വരുന്നുണ്ട്. ഫാൻസി ആയിട്ടുള്ള തൊട്ട് ഇങ്ങനെ ഇത് കൈ ഇങ്ങനെ അകത്തേക്ക് ഇട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് തൊട്ട് വരുന്നുണ്ട്. പറ്റുന്ന ഇങ്ങനെ കൈ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസ് പല ടൈപ്പ് വരുന്നുണ്ട്, പല പ്രിൻറ്റിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ മെയിനായിട്ടുള്ള സാധനമാണ് കേർട്ടൻസ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലാവുന്ന സാധനങ്ങളാണ് ഇത്. ഞങ്ങൾ ചെയ്യിക്കുന്ന ഇതെല്ലാം നല്ല ലെങ്ത്തും ഉണ്ടാവും. ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ പീസൊക്കെ പിടിച്ച് ലേസൊക്കെ വെച്ച്, അതിപ്പം ഇത് കോട്ടൻ്റെ ഇങ്ങനെയുള്ളത്. പിന്നെ ഇത് അക്കോബ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ലോണം സെയിലാവണതാ. അല്ല കണ്ടോ പ്രിൻ്റുകൾ. പിന്നെ ഇനിയും അതല്ലാതെ ഇതിനൊക്കെ ഒരു 1250 ആണ് വരുന്നത്. പക്ഷെ അതല്ലാതെ നമുക്ക് കണ്ടോ ഇത് 600 ഒക്കെ വരുന്നതാ. 600 650 അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലേസ് മാത്രമായിട്ടുള്ള വരും. ഇതുണ്ടോ ഇങ്ങനത്തെയൊക്കെ. ഇതെല്ലാം പലതരം ഓരോ റൂമിനനുസരിച്ച്. ഇത് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളത്, റൂമിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, കളേഴ്സും ഇതൊക്കെ ആയിട്ട്. ഇത് ലേസ് മാത്രമായിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 980 അങ്ങനെ. ഇതൊക്കെ ഇവിടെ ചെയ്യുന്നതാ. ഇത് 650 മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ജനലിന്റെ അളവിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും. ഇത് നമ്മൾ ഇപ്പം ഇത് ഭയങ്കര ലോങ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവർ പറയും നമുക്ക് ഇത്രയും മതി ലെങ്ത് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. അത് കട്ട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നേരത്തെ പീസ് പിടിപ്പിച്ച മാതിരി ഇപ്പം പുതിയത് വന്നതാ, പുതിയ കളക്ഷനിലുള്ളതാണല്ലേ ഇങ്ങനെ. പിന്നെ നല്ല ശേഷം ഇങ്ങനത്തെ തുണികളുടെ കറക്റ്റ് കുറവല്ലേ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കും. അല്ല ഇപ്പോൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭംഗി ഒരു വ്യത്യാസമല്ലേ. ഇത് ഫ്ലോറൽ കുറേ ഇപ്രാവശ്യം പുതിയ കളക്ഷൻസ് ഫ്ലോറൽ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റും വന്നിട്ടുണ്ട് ഇതേ പ്രിന്റിൽ. അപ്പം നമുക്ക് ഒരു റൂമില് ബെഡ്ഷീറ്റ് ഇല്ലേ, അതാ പറഞ്ഞ ഇങ്ങനത്തെ ബെഡ്ഷീറ്റും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പം 2 തരത്തിൽ നമ്മൾ ചെയ്യിച്ചു. പിന്നെ ഇത് കനം കുറഞ്ഞ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. കുറേ ഫ്ലോറൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറേ ടൈപ്പ് ഫ്ലോറൽ പ്രിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് സാധാ യൂസിനുള്ള തോർത്ത് 140. പിന്നെ ഇത് നല്ലൊരു മൈക്രോ തോർത്ത, നല്ല ഇട്ട് ഇവിടെ പോകുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ലേസൊക്കെ വെച്ച ടൈപ്പ് ഉണ്ട്. ലേസും റിബണും കുറേ ഇവിടെ ഉള്ളവർക്ക് കുറേ പേർക്ക് ഇഷ്ടമാണ്. പിന്നെ എംബ്രോയിഡറി ടൈപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഹണികോം ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ലേസ് പിടിപ്പിച്ച മാതിരിത്തെ തോർത്ത്, ലേസും റിബണൊക്കെ കൊടുത്തിട്ടുള്ള തോർത്ത്. പിന്നെ ഉള്ളത് നമുക്ക് ടവൽസ് ആണ്. ടവലും ഇതുപോലെ തന്നെ നമ്മൾ ഇതിന് മാച്ചിങ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ടവലയിൽ ഇതുപോലെ ഇത് ടവലല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഇതൊരു ഇത് വാഷ് ബേസിന്റെ അവിടുത്തെ അതിന്റെ ഡാർക്ക് കളേഴ്സ് ഉണ്ട്.
അത് കുറച്ച് ഡാർക്ക് കളേഴ്സ് വെക്കുന്നുണ്ട് കേട്ടോ. ലേസ് വെച്ചിട്ടും അല്ലാതെ ഉള്ളതും ഉണ്ട്. എന്താ വെച്ചാൽ അത് കുറേ പേർക്ക് ഡാർക്ക് കളേഴ്സ് വേണം, അല്ലാതെ ലൈറ്റും ഉണ്ട്. പിന്നെ ബാർ ടവൽസും ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേണ്ട, ഇതൊക്കെ ബാർ ടവൽസാണ്, നല്ല ലൈറ്റ് വെയിറ്റാണ്. നോക്കിക്കേ, ഇതൊക്കെ ബാർ ടവലാണ്. കളേർഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇപ്പം കുറേ വീടുകൾക്ക് അവർക്ക് വൈറ്റ് വേണം. ഇതാ, ഇതൊക്കെ വലിയ ബാർ ടവൽസാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവിടെ ഫേസ് ടവൽസ്. കുറേ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്ട്രക്ക് ആയിട്ട് വന്ന ടൈപ്പാണിത്. അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടാവും മയിലിൻ്റെ പടമായിട്ട്. ക്രിസ്മസ് ആകുമ്പോഴാണ് ഞങ്ങളുടെ മെയിൻ എല്ലാ സാധനവും ക്രിസ്മസിൻ്റെ അവൈലബിൾ ആണ്. ഈ കണ്ട എല്ലാ സാധനങ്ങളും ക്രിസ്മസിൻ്റെ പ്രിൻറ്റിൻ്റെ അവൈലബിൾ ആണ്. അത് ഞങ്ങൾ നേരത്തെ കളക്ട് ചെയ്തും തയ്പ്പിച്ചും എല്ലാം എടുത്ത് വെക്കും. നവംബറിലാണ് നമ്മൾ യൂഷ്വലി ഇവിടെ സെയിൽ വെക്കുക തുടങ്ങുക. പക്ഷെ ഞങ്ങൾക്ക് ഓൺലൈനും ഉണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളും ഓൺലൈനും പോവുമല്ലോ. ഇത് നമ്മുടെ കട്ട് വർക്കിൻ്റെ ഇങ്ങനെ സെറ്റായിട്ട് വരും. റോസമാൻഡിക്ക് ഇപ്പോൾ 82. എന്നിട്ടും ആള് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കുറേ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇല്ല, ഞാൻ നിങ്ങൾ ഒരു ദിവസം വന്ന് കണ്ടോളൂ. വേറൊരു ദിവസം വന്നിട്ട് കാണിച്ചു തരാം. റോസമാൻഡിയും ഇല്ല, അനിയും ഇല്ല. എൻ്റെ പാർട്ട്ണർ രണ്ടുപേരും ഇല്ലാതെ ഞാൻ ഈ ഉടുപ്പിലൊക്കെ ആള് അതെ ഇപ്പോഴും എംബ്രോയിഡറി ചെയ്യുന്ന പുള്ളിയാ. ഇതെല്ലാം പുള്ളി ചെയ്യണത് ആ ആന്റിയാണ്. അതും പൂക്കളും ഇങ്ങനത്തെ ഇതിലൊക്കെ. ഇതൊക്കെയും അല്ല, അതല്ല, അത് പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ വർക്ക്സ് ഒക്കെ പുള്ളി ചെയ്യുന്നത്. ഇതൊക്കെ പുള്ളി ചെയ്യുന്നതാ. ഇതൊക്കെ റോസ്മാൻഡി ചെയ്യുന്നതാ. ഇതിലുള്ള ഇത് കണ്ടോ, ഈ പൂക്കള് എംബ്രോയിഡറി, ഇതെല്ലാം റോസ്മാൻഡി ചെയ്യുന്നതാ. അങ്ങനത്തെ ചെറുവക എല്ലാ ചെറിയ ചെറിയ വർക്കുകളൊക്കെ. ഇതിൽ ഈ കൊച്ചു വർക്കൊക്കെ ഇപ്പോഴും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പുള്ളി തന്നെ ചെയ്യുന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ഉടുപ്പിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടി ഉടുപ്പ് പലതരമുണ്ട്. ഉടുപ്പ് മാത്രമായിട്ട് ഇതൊക്കെ റോസ്മാൻഡി ചെയ്യുന്നതാ. ചെറിയ ഉടുപ്പയിലെല്ലാം ചെറിയ ചെറിയ വർക്ക്. ന്യൂ ബോൺ ബേബീസിൻ്റെ ഇവിടെ തന്നെ തയ്ക്കുന്നതാ. ഇവിടെ തന്നെ തയ്ക്കുന്നതാ. പിന്നെ ഇതൊക്കെ ഇവിടെ തയ്ച്ചിട്ട് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്ററിലോ ഉണ്ട് കാലിക്കറ്റ്, പുള്ളിയാണത് ചെയ്യണത്. അത് റോസമാൻറ്റിയുടെ ഫസ്റ്റ് കസിന അനീത്യ കാര്യം പറഞ്ഞ മറയമ്മ എന്നും പറഞ്ഞിട്ട് പുള്ളി ചെയ്ത് കൊടുക്കുന്നതാ. ഇവിടുന്ന് തയ്ച്ചിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എംബ്രോയിഡറി മാത്രം സെറ്റാ. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ ഷീറ്റും അതിനുള്ള ഉടുപ്പും ആ സെയിം പ്രിന്റിൽ തന്നെ. പിന്നെ ആണുങ്ങളുടെ എന്ന് പറയാനായിട്ട് ഇവിടെ ചെറിയ 1 ഇയറിൻ്റെ മാത്രം. ഇതൊക്കെ റോസ്മാൻഡി അയച്ചതാണ്. 1 ഇയറിൻ്റെ മാത്രമേ ഉള്ളൂ. 1 ഇയർ വരെയുള്ളവരുടെയും. പിന്നെ ഈ ന്യൂ ബോൺ പിന്നെ യൂണിസെക്സ് ആണല്ലോ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇങ്ങനെ ഫ്ലാനലും ഉണ്ട്. ഫ്ലാനൽ പല കളറിൽ പിള്ളേരെ പുതപ്പിക്കാനുള്ള ഇത് എംബ്രോയിഡറി ഇങ്ങനെ ചെയ്തിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ റോസ്മാൻഡിയുടെ കസിൻ സിസ്റ്ററാണ് എൻ്റെ സിസ്റ്റർ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാ, നൈറ്റ് ഡ്രസ്. നല്ലോണം സെയിലാവണം. അത് എത്ര തയ്ച്ചു വെച്ചാലും സെയിലായി പോകുന്നത്. എ ലൈനും ഉണ്ട്, ചുരുക്കമുള്ളതും ഉണ്ട്. അല്ല, ഇതൊക്കെ നമ്മൾ ഒരു കോമൺ ഒരു സൈസിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അളവെടുത്ത് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇത് ചെറുതായിട്ടൊക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇതൊരു യൂഷ്വൽ ഒരു ഇങ്ങനെ ഒരു സൈസിലാണ് ഇവിടെ തയ്ച്ചു വെക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ഓർഡർ എടുക്കാം. പിന്നെ തുണികൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് തുണി കോട്ടൺ തുണികളാണ്. കോട്ടൺ തുണി ആണ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ. ഇപ്പൊ കോളർ ആണല്ലോ ഇവിടെ ഇച്ചിരി വ്യത്യാസമായിട്ടും. പിന്നെ ചിലർക്ക് എ ലൈൻ വേണം. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഇതില്ലേ എന്നാ പ്രഗ്നൻസി ടൈമിലുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈം മെറ്റേണിറ്റി നൈറ്റ് ഡ്രസ്സുകൾ തയ്ക്കും. ശരിക്കും നമുക്ക് കാണത്തേയില്ല, ചുരുക്കിൻ്റെ ഇടയ്ക്ക് ആ സിപ്പ് വരുന്നത്. അപ്പം അത് സൈഡിൽ കൂടെയും മുമ്പിലും ഒക്കെ ആയിട്ട് സിപ്പ് വരുന്ന ടൈപ്പും അങ്ങനെയൊക്കെ. അപ്പം തുണികളുണ്ട്. ഈ തുണികളിൽ നിന്ന് സെലക്ട് ചെയ്ത് അതൊക്കെ തുണികളാണ്, കോട്ടൺ തുണികളാണ്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെയുള്ളത് ഞാനും അനിയും ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോസാൻ എനിക്ക് ഒന്ന് ഹിറ്റായതേ ഇതിലൂടെയാണ്. ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻസ് ചെയ്യുന്നവരാണ്. അപ്പം അവിടെ വഴിയിൽ കാണുന്ന കായ്ക്കനികളും അതും ഇതും പിന്നെ ഇപ്പം കുറേയൊക്കെ കളക്ട് ചെയ്ത് ഇപ്പം കടകളിൽ കിട്ടുന്നുണ്ട് കുറേയൊക്കെ സാധനങ്ങൾ. പക്ഷെ എന്നാലും ഞങ്ങൾ കുറേ ഡ്രൈ സാധനങ്ങൾ അല്ലാതെയും കളക്ട് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് ഇതുപോലെ വീട്ടിലേക്കുള്ള ഡെക്കറേഷൻസ് ആക്കും. മെയിൻ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസിൻ്റെ ടൈമിലാണ്. ക്രിസ്മസിന് ഞങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് കുറേ കിട്ടും. ഉണ്ടാക്കും, കുറേ ഉണ്ടാക്കും. ഇതൊക്കെ വെറുതെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഞങ്ങൾക്ക് ഡെക്കറേഷൻ ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പം അധികം ഇല്ല ഞങ്ങൾ ചെയ്യുന്നത്. ആ ഞങ്ങൾ
ഞങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ എന്താ മെറ്റീരിയൽ? അതൊക്കെ ആർട്ടിഫിഷ്യലാണ്. കൂടുതലും ഞങ്ങൾ ഡ്രൈ ചെയ്യുന്നത്. അപ്പം ഡ്രൈഡ് അങ്ങനെ കാണാനില്ല. ഇതൊക്കെ ശരിക്കും ഡ്രൈ സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ശരിക്കുള്ള പട്ട. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണതാണ്? ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. എത്ര ദിവസം പിടിക്കും ഒരെണ്ണം അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാനായിട്ട്? അത് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനിയും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽപ്പിന് ഒരു സ്റ്റാഫുണ്ട്, ബിന്ദുദേ, പുള്ളിയാണ്. വേറൊരു ദിവസം വന്നിട്ട് റോസമ്മ ആൻറ്റീനെയും അനി ചേച്ചീനെയും കാണിച്ചു തരാട്ടാ. ഞങ്ങൾ മുൻപ് ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ കണ്ടു. പിന്നെ ഇത് കണ്ടോ, ബാപ്റ്റിസത്തിന്റെ ബോക്സ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മന്ത്രകോടിയുടെ ബോക്സുകളും ഉണ്ട്, മാലാഖയൊക്കെ ആയിട്ട്. പിന്നെ അത് ചെയ്യിപ്പിക്കുന്നതാണ് ഞങ്ങൾ. എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഓരോരുത്തരും പറയണ അനുസരിച്ച് അതിൻ്റെ ഇത് ബാപ്റ്റിസത്തിന്റെ ക്യാൻഡിലും അതിൻ്റെ ചെറിയ ക്രൗണും. ഉടുപ്പും ഇവിടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഹോളി കമ്മ്യൂണിൻ്റെയും ബാപ്റ്റിസത്തിൻ്റെയും ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ ഉടുപ്പും അവർ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വെക്കും. പിന്നെ ഇത് മന്ത്രകോടി ബാസ്ക്കറ്റ് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഇത് റിങ് വെക്കാനായിട്ട് നടുവിൽ ഇങ്ങനെ റിങ് വെക്കാൻ പറ്റും നമുക്ക്. ഇതാ റിങ് വെക്കാനുള്ളത്. പിന്നെ റിങ് വെക്കാൻ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബോക്സുകളുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്. നമുക്ക് കൊന്തയോ റിങ്ങോ താലിമാല വെക്കാം. പിന്നെ അല്ലാതെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനോ വള കൊടുക്കാനോ അല്ലെങ്കിൽ റിങ് 2 വെക്കാനോ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ടുള്ള പല ഇങ്ങനത്തെ ബോക്സുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹോളി കമ്മ്യൂണിൻ്റെ ക്യാൻഡിലും ക്രൗണും ഒക്കെ ചെയ്യും. ചിലവർക്ക് ബൊക്കെ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ബൊക്കെ, ഈവൻ വെഡ്ഡിങ് ബൊക്കേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഫ്രഷും ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യലും ചെയ്യുന്നുണ്ട്, ഡ്രൈ ഫ്ലവറും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെയാണ് ക്രൗണ്. ഓരോരുത്തരും പറയുന്ന ഷേപ്പും സൈസും അനുസരിച്ച് ഞങ്ങൾ ചെയ്യണത്. പിന്നെ പിള്ളേരുടെ ഹെയർ ബാൻഡ്സ് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് പിള്ളേർക്കുള്ള ഹെയർ ബാൻഡ്സ് ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ വെക്കാനായിട്ട് മുള തലേ വെച്ച് കാണിക്കാം. ചെറിയ പിള്ളേരുടെ ഉണ്ടാവും. ഈ ഹെയർ ബാൻഡ് ഒന്ന് വെച്ച് നോക്കാനാ, ഭംഗിയുണ്ടോ നോക്കാനാ വാവേ. ഇവിടെ ഇരിക്കും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് കിച്ചണിലേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ശരിക്കുള്ള സാധനങ്ങളാണ്. ശരിക്കും സ്പൂണൊന്ന് കൊണ്ടുവരുമോ, സ്പാറ്റില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, കിച്ചണിലേക്കുള്ള വേറെ ഇതുണ്ടോ, സ്പാറ്റില്ല അറേഞ്ച്മെൻറ്റ്. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, കുറച്ച് നാച്ചുറൽ സാധനങ്ങളുണ്ട്. ഇനിയുള്ളത് ചവിട്ടികൾ. നമുക്ക് ആദ്യം തന്നെ കൊയറിൻ്റെ ചവിട്ടിയിൽ കാട്ടാം. നമുക്ക് വീടിൻ്റെ എൻട്രൻസിൽ വരുന്നോടത്ത് ഇടാൻ പറ്റുന്ന കൊയറിൻ്റെ ചവിട്ടികൾ ആണ് ഇതെല്ലാം. കണ്ടോ, അതിൻ്റെ 2 സൈസ് ഉണ്ട്. അത് വലുതാ, അതിൻ്റെ അടുത്ത സൈസ് അങ്ങനെ. പിന്നെ ഇത് ബാത്റൂമിൽ ഇടുന്നതാണ്, സ്കിഡ് പ്രൂഫായിട്ട്. ബാത്റൂം ഷവർ മാറ്റ് എന്ന് പറയും. ഇതിനിയും പട്ടിപ്രാന്തന്മാർക്കുള്ളതാണ്. പട്ടിക്കൂട്ടിലേക്ക് കയറുന്നിടത്ത് ഇതൊക്കെ ഷവർ മാറ്റ്സ് ആണ്, പല ഇങ്ങനെ സ്കിഡ് പ്രൂഫായിട്ടുള്ള. പിന്നെ നമുക്ക് പലതരം ചവിട്ടികൾ വരുന്നത് ഇതൊക്കെ സ്കിഡ് ചെയ്യാത്ത ടൈപ്പാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അങ്ങനത്തെ പല കളറിൽ വരുന്നുണ്ട്, പല സൈസുകളും പല കളറിലും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഇത് ഡബിൾ സൈഡായിട്ട് ചെറുതുണ്ടോ, 2 സൈഡും ഉപയോഗിക്കാം. നല്ല കട്ടി, അപ്പം നീങ്ങത്തില്ല. അതിന് സ്കിഡ് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ കണ്ടോ, അതും പല കളറിൽ വരുന്നുണ്ട്. പിന്നെ അതെ പിള്ളേരുടെ ചവിട്ടികളും ബെഡ്ഷീറ്റുമാണ് എൻ്റെ വീക്ക്നെസ്. അതെ, ഇത് പിള്ളേരുടെ മുറിയിലൊക്കെ ഇടാനായിട്ട്, ബാത്റൂമിലോ. ഒരു ഈ NRI റേറ്റ് വരുന്നത് എത്ര റേഞ്ച്? എല്ലാം പല റേറ്റിലാണ് വരുന്നത്. ഇതിപ്പോൾ 700 ആയി. ഇത്രയും കട്ടിയുള്ള ഈ വലുപ്പമുള്ളതിന് 300, 200 തൊട്ടുള്ള സാധനങ്ങളുണ്ട്. ക്രിസ്മസിന്റെ അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഈ NRIs കുറച്ച് പേര് വരുമ്പം ചോദിക്കുന്നതിന് 2-3 വെച്ചതാണ്. ഇത് കണ്ടോ, ലോങ് റണ്ണർ എന്ന് പറയും. ഈ കിച്ചൺ റണ്ണർ എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ ടേബിൾ റണ്ണർ അല്ല, ഈ നിലത്തിടുന്ന ഫ്ലോർ റണ്ണർ. ഇത് അടുക്കളയിലൊക്കെ ഇടാൻ പറ്റുന്ന. അതിപ്പം പിന്നെ ഇത് കൊയറിൻ്റെ മാറ്റുകൾ. ഈ റണ്ണർ പല ടൈപ്പ് ഉണ്ട്. പിന്നെ കിച്ചൺ എന്ന് പറയുമ്പം കിച്ചണിൻ്റെ പ്രിൻ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പ്രിൻ്റ് ഉണ്ട്. ഈ പ്രിൻ്റ് 2 കളറുണ്ട്. പിന്നെ അതല്ലാതെ
എല്ലാതും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട, ഇത് കിച്ചൺ പ്രിന്റിന്റെ. ഇതിന്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പുറം ഇപ്പുറം ഇടാം. ക്രോഷ്യോയുടെ വർക്ക് ഉള്ളത്. അതിങ്ങനെ 2 ഷേപ്പ് ഉണ്ട്. അപ്പുറം ഇപ്പുറം ഇടാം. കട്ടിയുള്ളതാ. അതിങ്ങനെ പല കളറിൽ അതുണ്ട്. ചവിട്ടികൾ കുറച്ച് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഈ ഷോപ്പ് വളരെ ചെറിയൊരു ഷോപ്പാണെങ്കിലും ഇവിടെ കണ്ട എന്തോരം സാധനങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഈ ആൻറ്റിമാരെ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് വളരെ കുറച്ച് സാധനങ്ങളാണ്. അത് അവൾക്ക് എന്തിനാന്നറിയോ ഇത് വാങ്ങിച്ചാണത്? അവൾക്ക് എമ്പുരാൻ സിനിമ കാണാൻ പോയിട്ട് തണുത്ത് വിറച്ചു ഇത്ര തിയേറ്ററിൽ. അപ്പൊ ഇനി സിനിമയ്ക്ക് പോകുമ്പോൾ ഇടണത് ഇത് എന്നിട്ടേ കയ്യില് കൈയൊക്കെ ഇങ്ങനെ തണുത്തിട്ട് വെറുങ്ങലിച്ചു. ഇനി തൊട്ട് ഇനി സിനിമയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വേണം പോവാൻ അവൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഫോൺ നമ്പർ, അഡ്രസ്സ്, ലൊക്കേഷൻ ഒക്കെ ഞങ്ങൾ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരാം. എല്ലാം കണ്ടില്ലേ, എല്ലാം നല്ല ക്ലാസ് നല്ല സാധനങ്ങളാണ്. ഇനി സാരിത കിടക്ക വിരി വാങ്ങിക്കാനും എനിക്ക് ബെഡ്ഷീറ്റും ഞങ്ങൾ വേറെ ദിവസം വരും. പിന്നെ വേണ്ടത് ചവിട്ടി ആ, അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചപ്പോൾ